السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 223-ാം പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു തആല നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈറ് പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, ഇതിനോട് അധ്വാനിക്കുന്നവർ, നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും അല്ലാഹു തആല ഖൈറ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 223-ാം പേജിൻ്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അം യഖൂലൂന ഇഫ്തറാഹ് قل فأتوا بعشر سور مثله مفتريات وادعوا من استطعتم من دون الله إن كنتم صادقين فإن لم يستجيبوا لكم فاعلموا أنما أنزل بعلم الله وأن لا إله إلا هو فهل أنتم مسلمون من كان يريد الحياة الدنيا وزينتها نوفي إليهم أعمالهم فيها وهم فيها لا يبخسون أولئك الذين ليس لهم في الآخرة إلا النار وحبط ما صنعوا فيها وباطل ما كانوا يعملون أفمن كان على بينة من ربه ويتلوه شاهد منه ومن قبله كتاب موسى إماما ورحمة أولئك يؤمنون به ومن يكفر به من الأحزاب فالنار موعده فلا تك في مرية منه إنه الحق من ربك ولكن أكثر الناس لا يؤمنون ومن أظلم ممن افترى على الله كذبا أولئك يعرضون على ربهم ويقول الأشهاد هؤلاء الذين كذبوا على ربهم ألا لعنة الله على الظالمين الذين يصدون عن سبيل الله ويبغونها عوجا الذين يصدون عن سبيل الله ويبغونها عوجا وهم بالآخرة هم كافرون صدق الله العلي العظيم. സൂറത്ത് ഹൂദിലെ 13 മുതൽ 19 വരെയുള്ള 7 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. 12-ാമത്തെ ജുസ്ഇൽ 223-ാമത്തെ പേജ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്ന ഏതു കാര്യത്തിലും കുറ്റവും കുറവും മാത്രം കണ്ടിരുന്ന മക്കയിലെ മുശ്രിക്കീങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അവരവിടത്തെ കുറിച്ച് പലതും പറഞ്ഞ് പരിഹസിച്ചിരുന്നതും കുറ്റപ്പെടുത്തിയിരുന്നതും നമ്മൾ പഠിച്ചു. പലതരം മൗഢ്യങ്ങളാണ് അവർ പറഞ്ഞിരുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ആളാണെങ്കിൽ കുറേ നിധിയും നിക്ഷേപങ്ങളും സമ്പത്തുകളൊക്കെ ഉണ്ടാവണ്ടേ? സത്യപ്രവാചകനാണെന്ന് സാക്ഷ്യപ്പെടുത്താൻ കൂടെ മലായിക്കത്ത് വേണ്ടേ? ഇതിനൊക്കെ ഇറക്കിക്കൂടായിരുന്നു? മലായിക്കത്തിനെ കൂടെ ഇറക്കിക്കൂടായിരുന്നു? ഇങ്ങനെയൊക്കെ അവർ ചോദിച്ച കാര്യമാണ് കഴിഞ്ഞ പേജിൽ അവസാനത്തെ ആയത്തിൽ നമ്മൾ പറഞ്ഞത്. അതുപോലെ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്നതിനും പലപ്പോഴും അവർ തെളിവുകൾ ആവശ്യപ്പെട്ടിരുന്നു. എന്താ ഇപ്പോൾ ഇത് അള്ളാഹ് അവതരിപ്പിച്ചതാണ് എന്നതിന് തെളിവ്? ഇങ്ങനെ അവർ ചോദിക്കും. അവർ പറയും ചെയ്യും, അത് അള്ളാഹു അവതരിപ്പിച്ചതൊന്നും അല്ല, വെറുതെ മുഹമ്മദ് കെട്ടിയുണ്ടാക്കിയ നുണയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഖുർആൻ കെട്ടിച്ചമച്ചുണ്ടാക്കാൻ വേറെ പല ആളുകളും മുഹമ്മദിനെ സഹായിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ അവർ ആരോപിക്കുമായിരുന്നു. സൂറത്ത് ഫുർഖാൻ 40-ലും മറ്റുമൊക്കെ ഇത്തരം ആരോപണങ്ങൾ കാണാം. മുശ്രിക്കുകളുടെ ഇത്തരം ആരോപണങ്ങൾക്ക് നല്ല വായടപ്പൻ മറുപടി കൊടുക്കുകയാണ് അല്ലാഹു തആല ഒരു വെല്ലുവിളിയോട് ചെയ്യുന്നത്. അല്ലാഹു തആല ഒരു വെല്ലുവിളിക്ക് കൂടി ചെയ്യുന്നുണ്ട്. ഈ ഖുർആനിൻ്റെ പ്രാമാണികതക്കും സ്വീകാര്യതക്കും തെളിവായ ഒരു മലക്കിനെ സാക്ഷിയായി കൂടെ പറഞ്ഞു അയക്കുകയോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കുറെ സ്വത്ത് നൽകുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. ഖുർആൻ സത്യമാണെന്ന് മനസ്സിലാക്കാൻ ഇതിനൊന്നും ആവശ്യമില്ല. ഈ മഹൽ ഗ്രന്ഥം അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ഉണ്ടാക്കിയതല്ല എന്നും ബോധ്യപ്പെടാൻ
ഈ ഖുർആൻ തന്നെ മതിയായ തെളിവാണ്. ഇതാണ് ഇനിയുള്ള 13ഉം 14ഉം ആയത്തുകളിൽ അല്ലാഹു തആല പറയുന്നത്. അങ്ങനെ ഖുർആൻ എന്താ ചെയ്യുന്നത്? സാഹിത്യ സാമ്രാട്ടുക്കളായ ഈ ആളുകളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ വലിയ സാഹിത്യകാരന്മാരാണല്ലോ, ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കി അള്ളാഹുവിൻ്റെ പേരിൽ ആരോപിച്ചതാണെങ്കിൽ അതുപോലെയുള്ള 10 സൂറത്തുകളെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ. അള്ളാഹുവിനെ അല്ലാതെ നിങ്ങളെ കഴിവിൽപ്പെട്ട ആരെ വേണമെങ്കിലും അതിന് സഹായിയായി നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങളുടെ ദൈവങ്ങളടക്കം നിങ്ങൾക്ക് സാധ്യമാകുന്ന ആരെയും സഹായത്തിന് വിളിച്ചോളൂ. 10 സൂറകൾ നിങ്ങൾ അതുപോലെയുള്ള കൊണ്ടുവരൂ. എന്നിട്ട് നിങ്ങൾക്ക് ആർക്കും അതിന് കഴിയാതെ വരികയാണെങ്കിൽ, കഴിയുകയില്ല എന്നത് തീർച്ച തന്നെയാണ്, നിങ്ങളുടെ ആരോപണം തികച്ചും പൊള്ളയാണ് എന്ന് വ്യക്തമാവും. അതെ, ഖുർആൻ അള്ളാഹുവിൻ്റെ അറിവോടെ അവൻ അവതരിപ്പിച്ചത് തന്നെയാണെന്ന് അതോടെ തെളിഞ്ഞു കഴിയും നിങ്ങൾക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ. അപ്പോൾ പിന്നെ ഖുർആനും അതിൻ്റെ പരമപ്രധാനമായ സിദ്ധാന്തമായ തൗഹീദും അംഗീകരിച്ച് നിങ്ങൾ മുസ്ലിങ്ങളാകുകയാണ് വേണ്ടത്. അതിന് ബാധ്യസ്ഥരാണ് നിങ്ങൾ. അതിന് നിങ്ങൾ തയ്യാറുണ്ടോ? ഇനിയെങ്കിലും അനുസരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് അവരോട് ചോദിക്കാൻ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്. നോക്കാം ആയത്ത് 13ഉം 14ഉം ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അം യഖൂലൂന ഇഫ്തറാ ഖുൽ ഫഅതൂ ബിഅശ്രി സുവരിൻ മിത്ലിഹി മുഫ്തറയാതിൻ വദ്ഉ മൻ ഇസ്തതഅതും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. فإن لم يستجيبوا لكم فاعلموا أنما أنزل بعلم الله وأن لا إله إلا هو فهل أنتم مسلمون. أم يقولون, അല്ല അവർ പറയുന്നുണ്ടോ, അവർ ജൽപ്പിക്കുന്നുണ്ടോ, ഇഫ്തറാഹു, ഈ ഖുർആനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്, നിർമ്മിച്ചുണ്ടാക്കിയതാണ് എന്ന്. ഖുൽ, നബിയെ നിങ്ങൾ അവരോട് പറഞ്ഞേക്കൂ, അങ്ങനെയാണെങ്കിൽ ഫഅ്തു, നിങ്ങൾ കൊണ്ടുവരൂ, ബിഅശ്രി സുവരിൻ മിത്ലിഹി, ഇതുപോലെയുള്ള 10 സൂറകൾ, മുഫ്തറയാത്തിൻ, ഇതേപോലെ കെട്ടിയുണ്ടാക്കിയ 10 തത്തുല്യമായ സൂറത്തുകൾ നിങ്ങൾ കൊണ്ടുവരൂ. വദ്ഉ, നിങ്ങൾ വിളിച്ചുകൊള്ളൂ, മൻസ്തതഅതും, നിങ്ങൾക്ക് കഴിയുന്നവരെയൊക്കെ, മിൻ ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് കഴിയുന്നവരൊക്കെ സഹായത്തിനായി നിങ്ങൾ വിളിച്ചുകൊള്ളൂ. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ ഈ പറയുന്നത് സത്യമാണെങ്കിൽ. ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയതാണ്, അതാണ് ഇഫ്തറാഹു. ഖുർആനിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ചുണ്ടാക്കി എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ഫഅ്തു ബിഅശ്രി സുവരിൻ മിത്ലിഹി മുഫ്തറയാത്തിൻ, അതുപോലെ ഉണ്ടാക്കിയ 10 സൂറത്തുകൾ നിങ്ങൾ കൊണ്ടുവരൂ. ഇനി പറ, ഫഇൻ ലം യസ്തജീബു, അവർ അതിന് മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ, ഇങ്ങനെ താങ്കൾ അവരോട് പറഞ്ഞിട്ട് അവരതിന് ഉത്തരം നൽകുന്നില്ല എങ്കിൽ, ഉത്തരം നൽകൂല എന്ന് ഉറപ്പാട്ടോ, നൽകുന്നില്ല എങ്കിൽ ഫഅലമു, നിങ്ങൾ മനസ്സിലാക്കണം, അന്നമാ ഉൻസില, പരിശുദ്ധ ഖുർആൻ തീർച്ചയായും ഇറക്കപ്പെട്ടത് ബിഇൽമില്ലാഹി, അള്ളാഹുവിൻ്റെ അറിവോടുകൂടി മാത്രം അവതീർണമായതാണ് നിങ്ങൾ മനസ്സിലാക്കണം. വഅല്ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്നും നിങ്ങൾ മനസ്സിലാക്കണം. വഹൽ അൻതും മുസ്ലിമൂൻ, ഇനിയെങ്കിലും നിങ്ങൾ അനുസരണയുള്ളവരാകുന്നുണ്ടോ? ഇനിയെങ്കിലും നിങ്ങൾ മുസ്ലിങ്ങളാകുന്നുണ്ടോ? ഇതാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. ഖുർആൻ്റേതുപോലെയുള്ള 10 സൂറകൾ നിർമ്മിക്കാനാണ് ഇവിടെ അല്ലാഹു തആല അവരെ വെല്ലുവിളിച്ചത്. ഇതേപോലെ വേറെ ഖുർആനിൽ പല സ്ഥലത്തും അല്ലാഹു തആല വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. സൂറത്ത് ഇസ്രായിൽ 88-ാം ആയത്തിൽ ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 10 ആണെങ്കിൽ അവിടെ ഒരു സൂറത്താണ് പറഞ്ഞത്. സൂറത്തുൽ ബഖറ 23-ലും 24-ലും, സൂറത്ത് യൂനുസ് 38-ലും ഇതേ വെല്ലുവിളി അല്ലാഹു തആല നടത്തിയിട്ടുണ്ട്. 14 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ലോകമെങ്കും ഒരു പ്രതിയോഗിക്കെങ്കിലും ഈ ഒരു വെല്ലുവിളി സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്ത്യനാൾ വരെ അതിന് സാധിക്കുകയും ഇല്ല. ഇവിടെ 14-ാം ആയത്തിൻ്റെ അവസാന വാക്യം ശ്രദ്ധിക്കുക, ഫഹൽ അൻതും മുസ്ലിമൂൻ, അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ അനുസരണയുള്ളവരാകുന്നുണ്ടോ? ഈ ഒരു ചോദ്യം പ്രസക്തമാണ്. ഇത് പ്രത്യക്ഷത്തിലൊരു ചോദ്യരൂപത്തിലാണെങ്കിലും ഒരു ശാസനയാണിത്. ഇസ്ലാമിലേക്ക് ഇവരെ ക്ഷണിക്കുകയാണ് ഈ ചോദ്യം ചെയ്യുന്നത്. സത്യനിഷേധികളോട് ഇസ്ലാം സ്വീകരിക്കാനുള്ള കൽപ്പനയാണിത്. കാരണം ഇതേപോലെയുള്ള ഖുർആൻ സമർപ്പിക്കാനുള്ള വെല്ലുവിളി നേരിടാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ, കഴിയില്ലെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്ലാം സത്യസന്ധമാണെന്ന് മനസ്സിലാക്കിയിട്ട് മുസ്ലിങ്ങളായി മാറണം. അല്ല പിന്നെ അങ്ങനെ ചെയ്യേണ്ടത്. 15-ാമത്തെ ആയത്ത് നോക്കാം. പരിശുദ്ധമായ ദീനിൽ വളരെ പ്രധാനമായി ഗണിക്കപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അതായത് ആത്മാർത്ഥത, ഇഖ്ലാസ് എന്ന് പറയും. മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. മനുഷ്യൻ്റെ കർമ്മങ്ങൾ അത്രയും അള്ളാഹുവിന് മാത്രമേ അവൻ ചെയ്യാൻ പാടുള്ളൂ. മനസ്സാ വാച കർമ്മണ അങ്ങനെയായിരിക്കണം. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമായിരിക്കണം ഓരോരുത്തരും അമലുകൾ ചെയ്യേണ്ടത്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന ഹദീസ് എല്ലാവർക്കും അറിയാം. ഓരോരുത്തരും നിയ്യത്തനുസരിച്ചാണ് കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് എന്ന്, അല്ലേ? അപ്പോൾ ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് ഇങ്ങനെ അള്ളാഹിൻ്റെ തൃപ്തിയൊന്നും ഉദ്ദേശിക്കാതെ ഭൗതിക താല്പര്യങ്ങൾ മാത്രമാണ് ഒരാളുടെ ഉദ്ദേശം എങ്കിൽ
അതിൻ്റെ പ്രതിഫലം ഭൗതിക താല്പര്യങ്ങളായി തന്നെ, ഭൗതിക നേട്ടങ്ങളായി തന്നെ ഇവിടുന്ന് കിട്ടും. ഇവിടുന്ന് തന്നെ പൂർത്തിയായിട്ട് കിട്ടും. പക്ഷെ ആഖിറത്തിൽ ഒന്നും കിട്ടൂല. അള്ളാഹു പറയുന്നത് അതാണ്. തൻ്റെ പ്രവൃത്തികൾ കൊണ്ട് ഐഹിക ജീവിതത്തിലെ സ്ഥാനമാനങ്ങൾ, പേരും പെരുമയും സാമ്പത്തിക നേട്ടം, ഇതൊക്കെയാണ് ഒരാളുടെ ലക്ഷ്യമെങ്കിൽ അയാൾക്ക് അതൊക്കെ ഇവിടുന്ന് നമ്മൾ കൊടുക്കും. ഇവിടെ ചെയ്ത സൽക്രമങ്ങൾക്ക് ഐഹിക നേട്ടങ്ങൾ പ്രതിഫലമായി ലഭിക്കുമെന്നർത്ഥം. അത് ആരോഗ്യത്തിലാവാം, സുരക്ഷിതത്വത്തിൽ, ഭൗതിക സുഭിക്ഷത, ഇതൊക്കെ അള്ളാഹുവിൽ പ്രതിഫലമായി കൊടുക്കും. ദുനിയാവിൽ വെച്ച് കൊടുക്കും. പരലോകത്ത് വട്ടപൂജ്യം ഒന്നും ഉണ്ടാവില്ല. അവിശ്വാസികളുടെ അവസ്ഥകളാണിത്. അവിശ്വാസികളായ ആളുകൾ തന്നെ അവരെന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ഇവിടെ ചെയ്താൽ അവർക്ക് ഇവിടുന്ന് തന്നെ പ്രതിഫലം കൊടുക്കുമെന്നാണ് അള്ളാഹു. ആഖിറത്തിലൊന്നും കിട്ടൂല. സത്യവിശ്വാസികൾ അങ്ങനെയല്ല. അവർ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് ദുനിയാവിലും പ്രതിഫലം കിട്ടും, ആഖിറത്തിലും പ്രതിഫലം കിട്ടും. ഇതാണ് 15-ലും 16-ലും പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൻ കാന യുരീദുൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസൂൻ ഉലൈക അല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലൻ നാർ വഹബിത മാ സനഉ ഫീഹാ വബാതിലും മാ കാനൂ യഅമലൂൻ. മൻ കാന യുരീദുൽ ഹയാത്തദ് ദുനിയാ, ആരെങ്കിലും ഭൗതികമായ ജീവിതം മാത്രമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, കാരണം ഭൗതികമായ ജീവിതത്തിലെ നേട്ടങ്ങളാണ് ഒരാൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ, വസീനതഹ, അതിൻ്റെ ആർഭാടങ്ങളുമാണ് ഒരാൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ, നുവഫി ഇലൈഹിം, നമ്മൾ അവർക്ക് പൂർത്തീകരിച്ചു കൊടുക്കും, അഅമാലഹും ഫീഹ, ഈ ദുനിയാവിൽ വെച്ച് അവരുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം. നുവഫി, നാം പൂർത്തിയാക്കി കൊടുക്കും, ഇലൈഹിം, അവർക്ക്, അഅമാലഹും ഫീഹ, ഇവിടെ വെച്ച് അവർ ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രതിഫലം. വഹും ഫീഹ ലാ യുബ്ഖസൂൻ, അതിൽ ഒരു കുറവും നാം വരുത്തൂല. ലാ യുബ്ഖസൂൻ എന്ന് പറഞ്ഞാൽ കുറവ് വരുത്തപ്പെടുകയില്ല എന്നർത്ഥം. അവർക്ക് ഒരു കുറവും വരുത്തപ്പെടുകയില്ല. അപ്പോൾ ദുന്യാവിൽ നിന്ന് അവർ ചെയ്യുന്ന പ്രതിഫലം, ദുന്യാവ് മോഹിച്ചിട്ടാണ് ചെയ്തെങ്കിൽ ദുന്യാവിൽ അത് കൊടുക്കും. പക്ഷേ ഉലൈക, അത്തരം ആളുകൾ, അല്ലതിന് അവർ വിഭാഗം ആളുകളാണ് അവർ. ലൈസ ലഹും ഫിൽ ആഖിറതി, പരലോകത്ത് അവർക്കൊന്നുമില്ല, ഇല്ലന്നാറു, നരകമല്ലാതെ മറ്റൊന്നുമില്ല. വഹബിത മാ സനഉ ഫീഹാ, അവർ ഇവിടെ ചെയ്ത കർമ്മങ്ങളെല്ലാം ശിഥിലമായി പോയി, ബാത്തിലായി പോയി. വബാത്തിലും മാ കാനൂ യഅമലൂൻ, ഇവിടെ ചെയ്തിരുന്നതെല്ലാം യഥാർത്ഥത്തിൽ ഫലശൂന്യമായി തീർന്നു. വഹബിത മാ സനഉ ഫീഹാ, അവർ ചെയ്തതെല്ലാം പരലോകത്തെ സംബന്ധിച്ചിടത്തോളം നിഷ്ഫലമായി. പരലോകത്തൊന്നും അതിന് കിട്ടൂല, ബാത്തിലായി. അതേപോലെ തന്നെ വബാത്തിലും മാ കാനൂ യഅമലൂൻ, അവരുടെ കർമ്മഫലങ്ങളെല്ലാം ശിഥിലമാവുകയും ചെയ്തു. നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ആ ഹദീസിൽ തന്നെ അതിന് ശേഷം ഇങ്ങനെ പറയുന്നുണ്ട്. ഒരാളുടെ ഉദ്ദേശം ഹിജ്റയുടെ ബേസായിട്ടാണ് ആ ഹദീസ് പറയുന്നത്, ഹിജ്റയുടെ പശ്ചാത്തലമാണ്. ഒരാൾ ആ ഹിജ്റ കൊണ്ട് ദുന്യാവാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അയാൾക്കത് കിട്ടും. ഒരു സ്ത്രീയെ, പെണ്ണിനെ കല്യാണം കഴിക്കാനാണ് മദീനയിലേക്ക് അയാൾ ഹിജ്റ ചെയ്ത് വന്നതെങ്കിൽ ആ പെണ്ണിനെ അയാൾക്ക് കല്യാണം കഴിക്കാം. അതിലപ്പുറം വേറൊന്നും കിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ഉദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും കർമ്മങ്ങൾ കണക്കാക്കപ്പെടുന്നത് എന്നും ഓരോരുത്തർക്കും ആ ഉദ്ദേശം ലഭിക്കും എന്നും അർത്ഥം. ഈ റിയാ എന്നത് വലിയ വിഷയമാണ്. ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആളുകളെ കാണിക്കാൻ വേണ്ടി അമലുകൾ ചെയ്യുക, ലോകമാന്യം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അവരുടെ പ്രീതി നേടാൻ വേണ്ടി ചെയ്യുക, സ്ഥാനമാനങ്ങൾ നേടാൻ വേണ്ടി ചെയ്യുക. ഇതിനൊന്നും ആഖിറത്തിലൊന്നും ഉണ്ടാവില്ല. ആളുകളെ കാണിക്കാനല്ലേ ചെയ്തത്, അവർ ദുന്യാവിന്ന് കണ്ടല്ലോ. നീ ഭയങ്കര ആളാന്ന് പറയാനല്ലേ നീ ഉദ്ദേശിച്ചത്, അതൊക്കെ ആൾക്കാർ പറഞ്ഞല്ലോ, ഇനി എൻ്റെ അടുത്തൊന്നും ഉണ്ടാവില്ല എന്ന് പറയും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നിസ്കാരം, നോമ്പ്, ഖുർആനോത്ത്, മറ്റ് ആരാധനാകർമ്മങ്ങൾ, ഇതൊക്കെ ഇതുകൊണ്ടൊന്നും ഭൗതിക താല്പര്യങ്ങൾ മാത്രം ലക്ഷ്യം വെക്കുന്ന ആളുകൾ ഇത് ശരിക്കും ശ്രദ്ധിക്കണം. ധീരത കാണിക്കാൻ വേണ്ടി ജിഹാദിന് ഇറങ്ങുന്ന ആളുകൾ, ദുരാഭിജാത്യത്തിനും ലോകമാന്യതയ്ക്കും വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ, ഇത്തരം ആളുകളെയൊന്നും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിച്ചവരായി ഗണിക്കപ്പെടുകയില്ല എന്ന ഹദീസുകളിലുണ്ട്. ആളുകളെ കേൾപ്പിക്കാനും കാണിക്കാനും അങ്ങനെ കേവലമായ ഭൗതിക സ്ഥാനമാനങ്ങൾ നേടാനും ഒക്കെയാണ് അവർ താല്പര്യപ്പെടുന്നതെങ്കിൽ, അത് ഖുർആൻ ഓതുന്നതായാലും ശരി, നല്ല കാര്യങ്ങൾ ചെയ്യുന്നതായാലും ശരി, അത്തരം ആളുകൾക്ക് നരകത്തിൽ പ്രത്യേക സ്ഥാനമുണ്ട് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയതായ ഹദീസിലുണ്ട്. അതേപോലെ ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ള നിസ്കാരം മുനാഫിക്കുകളുടെ ലക്ഷണമാണ് എന്ന ഹദീസിലുണ്ട്. ശ്രദ്ധിക്കണം, മുനാഫിക്കുകളുടെ ലക്ഷണം. അന്നിസാ 142. അപ്പോൾ ഒരു മുഅ്മിനിൻ്റെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഉദ്ദേശശുദ്ധി പോലെ അള്ളാഹുവിൽ പ്രതിഫലാർഹമായി തീരുന്നു, നല്ല പുണ്യകർമ്മങ്ങളായി പരിഗണിക്കപ്പെടുന്നു എന്നർത്ഥം. അതിപ്പോൾ ഏത് സംഗതിയാലും ശരി, കുടുംബ ബന്ധം പുലർത്തുന്നതാവട്ടെ, ദാനധർമ്മങ്ങൾ ചെയ്യുന്നതാവട്ടെ, ധാർമ്മിക കാര്യങ്ങൾ പഠിപ്പിക്കുന്നതാകട്ടെ, അനാചാരങ്ങൾ പ്രതിരോധിക്കുന്നതിന് ആവശ്യമായത് ചെയ്യുന്നതാവട്ടെ, പ്രബോധനം ചെയ്യുന്നതൊക്കെ അള്ളാഹിൻ്റെ തൃപ്തിക്കാണെങ്കിൽ അത് സൽക്കർമ്മമായി പരിഗണിക്കപ്പെടും. ഇത്തരം കാര്യങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയും പരലോകത്തുള്ള പ്രതിഫലവുമാണ് മനുഷ്യൻ ആഗ്രഹിക്കേണ്ടത്. ഇന്ന് നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നത് തിരിച്ചാണ്.
മഹാനായ ഇമാം ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ ഒരാളുടെ ഉദ്ദേശം ലക്ഷ്യവും ദുന്യാവും ഒക്കെ ആണെങ്കിൽ, ഒരാളുടെ ഉദ്ദേശം ലക്ഷ്യം ദുന്യാവാണെങ്കിൽ ആ പ്രവർത്തനങ്ങൾക്ക് ചിലപ്പോൾ അല്ലാഹു തആല ദുന്യാവിന് പ്രതിഫലം നൽകും, ആഖിറത്തിലും ഒന്നും ഉണ്ടാവില്ല എന്നർത്ഥം. സത്യവിശ്വാസികൾ അങ്ങനെയല്ല. അവർ ചെയ്യുന്നതിൻ്റെ പ്രതിഫലം നല്ല ഉദ്ദേശത്തോടാണെങ്കിൽ ദുന്യാവിനും കിട്ടും, ആഖിറത്തിനും കിട്ടും. ഈ ഒരു വിഷയം പരിശുദ്ധ ഖുർആൻ ഒന്നിലധികം സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകൾക്കുള്ള ഒരു താക്കീത് കൂടിയാണ്. അതേപോലെ വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ ഐഹിക നേട്ടങ്ങൾ അല്ലെങ്കിൽ പാരിത്രിക നേട്ടങ്ങൾ ഇത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അത്തരക്കാർക്കും ബാധകമാണ് ഈ താക്കീത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. സൂറത്തുൽ ഇസ്രായിൽ 18 മുതൽ 20 വരെ വിഷയം പറയുന്നുണ്ട്. മൻകാന യുരീദുൽ ആജിലത, അവിടുന്ന് അങ്ങോട്ട് മഹ്ലൂറ എന്നതുവരെ. ഈ ക്ഷണികമായ ലോകത്തെയാണ് ആരെങ്കിലും ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് വേഗം കൊടുക്കും. നമ്മൾ ആഖിറത്തിലൊന്നും കൊടുക്കില്ല, നരകം ഏർപ്പെടുത്തും. സൂറത്ത് ഷൂറ 20-ലും ഇതേ കാര്യം പറയുന്നുണ്ട്. മൻകാന യുരീദു ഹർസൽ ആഖിറത്ത് എന്ന് തുടങ്ങുന്ന ആയത്ത് മിൻ നസീബ് വരെ. എന്നാൽ ദുന്യാവിലെ പ്രതിഫലമാണ്, നേട്ടങ്ങളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആഖിറത്തിൽ ഒന്നും ഉണ്ടാവില്ല, ദുന്യാവിൽ കൊടുക്കും എന്ന് പറയുന്ന ഭാഗം. ഏതായാലും അല്ലാഹു തആല മനുഷ്യന്മാർക്ക് പല അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു കൊടുക്കുന്ന ആളാണ്. വായു, വെള്ളം, ഭക്ഷണം, ആരോഗ്യം, സമ്പത്ത്, സൽപ്പേര്, സ്വാധീനം, ഇങ്ങനെ നിരവധി അനുഗ്രഹങ്ങൾ നല്ലവരെന്നോ അല്ലാത്തവരെന്നോ വിശ്വസിച്ചവരെന്നോ വിശ്വസിക്കാത്തവരെന്നോ ഒരു വ്യത്യാസം കൂടാതെ ഈ ലോകത്ത് വെച്ച് അല്ലാത്ത എല്ലാവർക്കും കൊടുക്കും. പരലോകത്ത് അങ്ങനെയല്ല. അവിടെ അള്ളാഹുവിനെ ലക്ഷ്യമാക്കി റബ്ബിൻ്റെ പ്രീതി കാക്ഷിച്ച് ദീനിൽ വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്തവർക്ക് അത് കിട്ടുകയുള്ളൂ. രക്ഷ മാത്രമല്ല, വലിയ പ്രതിഫലം അവർക്ക് ഉണ്ടാവും എന്നും ഈ ആയത്തിൻ്റെ വിശദീകരണമായി മനസ്സിലാക്കുക. ഇനി നമ്മൾ 17-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. ഐഹിക ജീവിതവും അതിലെ താൽക്കാലിക നേട്ടങ്ങളും ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നവർക്ക് പരലോകത്ത് ലഭിക്കുന്നത് നരകമാണ് എന്ന് പറഞ്ഞു. അതാണ് ഇപ്പോൾ അവസാനം പറഞ്ഞത്. അതിനുശേഷം സത്യവിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം വിവരിക്കുകയാണ്. ഇനി സത്യവിശ്വാസികളുടെ അവസ്ഥ എന്താ? അള്ളാഹുവിൻ്റെ പ്രാമാണികമായ മാർഗത്തിലാണ് അവരുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഖുർആനിൻ്റെ വെളിച്ചം അവർക്കുണ്ട്. നേരത്തെ അവതരിച്ച തൗറാത്തിൻ്റെ അംഗീകാരം ഈ പരിശുദ്ധ ഖുർആനിനുണ്ട് താനും. ഇത്തരം ഒരാൾ മഹാഭാഗ്യവാനാണ്. അതേസമയം മറുഭാഗത്ത് ഖുർആനിനെ നിഷേധിക്കുന്നവരോ അവർ ആരായാലും പരാജിതരാണ്. മനുഷ്യർ പൊതുവെ തന്നെ അല്ലെങ്കിൽ സ്വതവേ തന്നെ രക്ഷിതാവായ അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിച്ച വ്യക്തമായ ചില തെളിവുകളോടുകൂടിയാണ് ജീവിക്കുന്നത്. എന്താണ് ആ തെളിവുകൾ? ചിന്താശക്തി, വിവേചന ബുദ്ധി, സത്യം സ്വീകരിക്കാനുള്ള നൈസർഗികമായ ബോധം, ഇതൊക്കെ അല്ലാഹു തആല സ്വതവേ മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. ഇത് ബയ്യിനത്താണ്, കൃത്യമായ ഒരു തെളിവാണ്. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള വിശുദ്ധ ഖുർആൻ എന്നൊരു സാക്ഷിയും ആ തെളിവുകളെ പിന്താങ്ങി ഇവൻ്റെ കൂടെയുണ്ട്. ഖുർആനും അല്ലാഹു തആല ഇറക്കി കൊടുത്തിട്ടുണ്ടെന്നർത്ഥം അല്ലേ? സഹജമായി ലഭിച്ച, പ്രകൃതിയാ തന്നെ മനുഷ്യന് ലഭിച്ച നേരത്തെ പറഞ്ഞ വിശേഷ ബുദ്ധി അടക്കമുള്ള തെളിവുകളെ ശക്തിപ്പെടുത്തുന്ന ഒരു സാക്ഷിയാണ് ഈ പരിശുദ്ധമായ ഖുർആൻ. മനസ്സിലാണ്ടല്ലോ? മാത്രമല്ല അതിനു മുമ്പ് തന്നെ, അതായത് മൂസാ നബി അലൈഹി ഇസ്ലാം പോലെയുള്ള പ്രവാചകന്മാർക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്ത തൗറാത്ത്, ഈ വേദഗ്രന്ഥവും സാക്ഷിയായി നിലവിലുണ്ട്. അതാകട്ടെ പിൻപറ്റാനും മാതൃകയാക്കാനും പര്യാപ്തമായ ഒരു അനുഗ്രഹീത ഗ്രന്ഥവുമാണ്. എന്നു മാത്രമല്ല തൗറാത്ത് തന്നെ ഖുർആന്റെ സിദ്ധാന്തങ്ങളെ ശരിവെക്കുകയും അതിൽ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരം യാഥാർത്ഥ്യങ്ങളുടെ നേരെ കണ്ണടക്കാതെ അതൊക്കെ വിലയിരുത്തുന്ന ആളുകൾ ഖുർആനിൽ വിശ്വസിക്കുക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത്. ഏതൊക്കെ വിലയിരുത്തുന്ന ആളുകൾ? ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധി, സ്വതവേയുള്ള ബുദ്ധി അല്ലാഹു തആല കൊടുത്തു. ആ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാൻ അതിന് പിന്താകുന്ന പരിശുദ്ധ ഖുർആൻ എന്നൊരു സാക്ഷി ഇറക്കി കൊടുത്തു. ആ ഖുർആൻ സത്യമാണ് എന്ന് മുൻകഴിഞ്ഞ തൗറാത്ത് അടക്കമുള്ള വേദഗ്രന്ഥങ്ങൾ ശരിവെക്കുന്നുമുണ്ട്, ഖുർആനെ വിശ്വസിക്കാൻ പറയുന്നുമുണ്ട്. അപ്പം പിന്നെ ഇതൊക്കെ അങ്ങോട്ട് ചിന്തിക്കുമ്പോൾ ആളുകൾ ഖുർആൻ അംഗീകരിക്കുകയല്ലേ വേണ്ടത്? അല്ലാതെ ഖുർആൻ അള്ളാഹു ഉണ്ടാക്കിയതല്ല മുഹമ്മദ് ഉണ്ടാക്കിയതാണെന്ന് പറയുകയാണ് ചെയ്യേണ്ടത്. സുബ്ഹാനല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൻ്റെയൊക്കെ നേരെ കണ്ണടച്ച് ഭൗതിക ജീവിതവും അതിലെ സുഖസൗകര്യങ്ങളും കൊണ്ട് മാത്രം തൃപ്തിയടയുന്ന സത്യനിഷേധികൾ അവരാരായാലും നരകത്തിൻ്റെ അവകാശികളാണ്. അത് ഏത് കക്ഷിയിൽപ്പെട്ടവരാണെങ്കിലും. അതുകൊണ്ട് നിങ്ങൾ സ്വതവേ നിങ്ങൾക്ക് നൽകിയ ബയ്യനത്തായ ചിന്താശേഷി ഉപയോഗിക്കുക. ഖുർആൻ നിങ്ങൾ മനസ്സിലാക്കുക. ആ ഖുർആൻ സത്യസന്ധമാണെന്ന് മുൻകഴിഞ്ഞ വേദങ്ങൾ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെ മക്കയിലെ മുശ്രിക്കുകൾക്കറിയാം അല്ലേ? ആയത്ത് നോക്കാം.
ഇനി അവർ വിശ്വസിക്കുന്നില്ല എന്നതുകൊണ്ട്, ഈ പറയപ്പെട്ട ആളുകൾ ഈ തെളിവുകളൊക്കെ കണ്ടിട്ട് വിശ്വസിക്കുന്നില്ല എന്നതുകൊണ്ട് ഖുർആൻ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങിയതല്ല എന്നാരും സംശയിക്കേണ്ട. അത് അള്ളാഹുവിൽ അവതരിപ്പിച്ച യഥാർത്ഥ സത്യം തന്നെയാണ്. പക്ഷേ വേണ്ടത്ര തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും മിക്ക പേരും അതിൽ വിശ്വസിക്കാൻ കൂട്ടാക്കാതിരിക്കുകയാണ് എന്ന് മാത്രം. അതിന് പല കാരണങ്ങളുണ്ട്. അഹങ്കാരം, ദുർവാശി, അസൂയ, ചിന്താശേഷിയില്ലായ്മ, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വിശ്വസിക്കാത്തവരാണ് അവർ. അതുകൊണ്ട് ഖുർആൻ സത്യസന്ധമല്ല എന്ന് വരുന്നില്ല. അത് സത്യസന്ധം തന്നെയാണ്, അള്ളാഹു അവതരിപ്പിച്ചു തന്നെയാണ്. നോക്കാം 17-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫമൻ കാന അലാ ബയ്യിനത്തിൻ മിർ റബ്ബിഹി വയത്ലൂഹു ഷാഹിദുൻ മിൻഹു വമിൻ ഖബ്ലിഹി കിതാബു മൂസാ ഇമാമൻ വറഹ്മ ഉലൈക യുഅ്മിനൂന ബിഹി വമൻ യക്ഫുർ ബിഹി മിനൽ അഹ്സാബി ഫന്നാറു മൗഇദുഹു ഫലാ തുക് ഫീ മിര്യത്തിൻ മിൻഹു ഇന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിക വലാകിന്ന അക്സറൻ നാസി ലാ യുഅ്മിനൂൻ. ആയത്ത് ശരിക്കും മനസ്സിലാക്കുക. അല്ലാഹു തആല ചോദിക്കുകയാണ്, അഫമൻ കാന അലാ ബയ്യിനത്തിൻ മിർ റബ്ബി. അഫമൻ, ഒരാൾ, കാന അലാ ബയ്യിനത്തിൻ മിർ റബ്ബി, അയാൾ തൻ്റെ നാഥൻ്റെ പക്കൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങളിലാണ് നിലകൊള്ളുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ വിശേഷ ബുദ്ധി, ചിന്താശേഷിയൊക്കെ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അതാണ് ബയ്യിനത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ അല്ലാഹു തആല കൊടുത്ത ഇത്തരം ചിന്താശേഷികളുള്ള അയാളാണ്, ആ ചിന്താശേഷികളിലാണ് അയാൾ ഉള്ളത്. പിന്നെ വയത്തുലൂഹു അവൻ ഓതിക്കൊടുക്കുന്നുമുണ്ട്. ഷാഹിദും മിൻഹു, അള്ളാഹുവിങ്കിൽ നിന്നൊരു സാക്ഷി അയാൾക്ക് ഖുർആൻ ഇങ്ങനെ ഓതിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യന് പൊതുവെ ചിന്താശേഷി എന്നൊരു ബയ്യിനത്തുണ്ട്. അതിനാണ് ആ ഒരു ബയ്യിനത്തിന്മേലാണ് അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം വയത്തുലൂഹു അവൻ ഓതിക്കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഷാഹിദിനൊരു സാക്ഷി മിൻഹു, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സാക്ഷി ഈ മനുഷ്യന് ഖുർആൻ ഇങ്ങനെ ഓതിക്കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലേ. അപ്പോൾ ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഖുർആൻ ഒരാളിങ്ങനെ ഓതിക്കൊടുക്കുന്നുണ്ട്. പിന്നെ ഒമിൻ ഖബ്ലിഹി, ഇതിനു മുമ്പുണ്ട് കിതാബ് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഗ്രന്ഥം, ഇമാമൻ, ഒരു നേരത്തെ തന്നെയുള്ള ഒരു മുൻഗാമിയായ, വറഹ്മത്തൻ, മാർഗദർശകമായ, അനുഗ്രഹമായ അല്ലേ. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിൽ നിന്നുള്ള വേദം നേരത്തെ തന്നെ മാർഗദർശകവും അനുഗ്രഹമായി ഉണ്ട് താനും. നമ്മ തൗറാത്ത്, ഇഞ്ചീൽ അടക്കമുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ സത്യമാണ് എന്ന്. അപ്പോൾ ഖുർആനിൻ്റെ മുമ്പുള്ള ഗ്രന്ഥങ്ങൾ ഖുർആനിന് മുന്നോടിയായി പിന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഖുർആൻ സത്യമാണ്, അത് മാർഗദർശകമാണ്, അനുഗ്രഹമാണെന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കെ പിന്നെന്താ ചങ്ങായി ഈ മനുഷ്യങ്ങനെ പിന്നെ കാഫിറായി പോകണമെന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. വ്യത്യാസം പറയാം കാഫിരീങ്ങളും മുഅ്മിനീങ്ങളും തമ്മിലുള്ള. ഒരു കാഫിറിൻ്റെ അവസ്ഥ ഇങ്ങനെ കണ്ടായിട്ട് വിശ്വസിക്കാത്തതാണ്. മുഅ്മിൻ അങ്ങനെയല്ല, അവർ വിശ്വസിക്കും. അപ്പോൾ അഫമൻ കാന അലാ ബയ്യിനത്തിൻ മിർ റബ്ബിഹി, ഒരാൾ നിലകൊള്ളുന്നത് തൻ്റെ നാഥങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങളിലാണ്. വയത്ലൂഹു ഷാഹിദുൻ മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള ഒരു സാക്ഷി അയാൾക്ക് ഖുർആൻ ഓതിക്കൊടുക്കുന്നുമുണ്ട്. ഒമിൻ ഖബ്ലിഹി കിതാബു മൂസാ ഇമാമൻ വറഹ്മ, മൂസാ നബിയിൽ നിന്നുള്ള വേദം നേരത്തെ തന്നെ മാർഗദർശനവും അനുഗ്രഹവുമായി ഉണ്ട് താനും. ഇങ്ങനെയൊക്കെ ഉലൈക, ഇങ്ങനെയുള്ള ഒരാൾ ഐഹിക ജീവിതം മാത്രം ഉദ്ദേശിച്ചവനെ പോലെയാണോ എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. ഇത്തരമൊരാൾ ഇങ്ങനെയല്ലാത്ത ഭൗതിക പ്രമത്തനെ പോലെയാണോ? ഐഹിക ജീവിതം മാത്രം ഉദ്ദേശിച്ചവരെ പോലെയാണോ ഇങ്ങനെയുള്ള ഒരാൾ? അല്ല, അയാൾ ശരിക്കും മനസ്സിലാക്കും. അയാൾക്ക് ദുന്യവയ നേട്ടമല്ല വേണ്ടത്, അയാൾ പാരിത്രികത്തിലും അയാൾ വിശ്വസിച്ചിരിക്കും. അതാണ് ഉലൈക, അത്തരം ആളുകൾ യുഅ്മിനൂന ബിഹി, പരിശുദ്ധ ഖുർആൻ കൊണ്ട് വിശ്വസിക്കും. ഇങ്ങനെ ചിന്താശേഷിയുള്ള, ഖുർആൻ ശരിക്കും ഓതി മനസ്സിലാക്കുന്ന, മുൻപേ കഴിഞ്ഞ തൗറാത്തടക്കമുള്ള ഗ്രന്ഥങ്ങൾ ഖുർആനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ മനസ്സിലാക്കുന്ന ആളുകൾ യുഅ്മിനൂന ബിഹി, ഖുർആനിൽ വിശ്വസിക്കുക തന്നെ ചെയ്യും. വമൻ യക്ഫുർ ബിഹി മിനൽ അഹ്സാബി, നീ ഏത് പാർട്ടിയിൽപ്പെട്ട ആര് ഇതിനെ നിഷേധിച്ചാലും, വമൻ യക്ഫുർ ബിഹി മിനൽ അഹ്സാബ്, വിവിധ സംഘങ്ങളിൽ ആരെങ്കിലും അതിനെ നിഷേധിക്കുന്നുവെങ്കിൽ, അഹ്സാബ് എന്ന് പറഞ്ഞാൽ സംഘങ്ങൾ, കൂട്ടങ്ങൾ, ഫന്നാറു മൗഇദുഹു, അപ്പോൾ നരകമാണ് അവരുടെ വാഗ്ദത്ത സ്ഥലം, അവർക്ക് നിശ്ചയിക്കപ്പെട്ട നരകമാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും വിശ്വസിക്കാത്ത ആളുകൾ പിന്നെ ഫന്നാറു മൗഇദുഹു, അവരുടെ വാഗ്ദത്ത സ്ഥലം നരകമാണ്. അതുകൊണ്ട് ഫലാ തകു നബിയ, അങ്ങാവരുത്, ഫീ മിരിയത്തിൻ മിൻഹു, പരിശുദ്ധ ഖുർആനെ പറ്റി സംശയത്തിലാവരുത്. പരിശുദ്ധ ഖുർആനെ പറ്റി അങ്ങേക്കൊരു സംശയം ഉണ്ടാവരുത്. മിരിയത്ത് എന്ന് പറഞ്ഞാൽ സംശയം. ഇന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിക്, തീർച്ചയായും അത് അങ്ങയുടെ രക്ഷിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള സത്യം തന്നെയാണ്. വലാകിന്ന അക്സറൻ നാസി ലാ യുഅ്മിനൂൻ, പക്ഷേ അധിക ആളുകളും വിശ്വസിക്കുന്നില്ല എന്ന് മാത്രം.
അറിയാത്തത് കൊണ്ടല്ല, ചിന്തിക്കാത്തത് കൊണ്ട്. അള്ളാഹു തആല കൊടുത്ത ബയ്യിനത്ത് വിശേഷ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാത്തത് കൊണ്ട്, ഖുർആൻ ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ട്, മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങൾ ഖുർആനെ സാക്ഷ്യപ്പെടുത്തിയത് അംഗീകരിക്കാത്തത് മനസ്സിലാക്കാത്തത് കൊണ്ട്, അതുകൊണ്ടാണ് അവർ നിഷേധികളാകുന്നത്. ഫലാ തകു ഫീ മിരിയത്തിൻ മിൻഹു, ഈ വാക്യത്തിലെ നിർദ്ദേശം നബിയെ അങ്ങ് സംശയത്തിൽപ്പെട്ട ആളാവരുത്, അല്ല അങ്ങ് സംശയിക്കരുതെന്ന് പറയുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഭിമുഖമായിട്ടാണ് പറഞ്ഞതെങ്കിലും മറ്റുള്ള ആളുകളാണ് ഉദ്ദേശം, നമ്മളെ പോലെയുള്ള ആളുകൾ. കാരണം തങ്ങൾക്കും അതിനെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടാവില്ലല്ലോ, ഒരു വകുപ്പില്ല, അങ്ങനെ ഉണ്ടാകാൻ വഴിയേ ഇല്ല. ഈ ഒരു ശൈലി പരിശുദ്ധ ഖുർആൻ പലയിടത്തും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിസംബോധന ചെയ്ത് അനുയായികളെ ഉദ്ദേശിക്കുന്ന ശൈലി വേറെയും പല സ്ഥലത്തും ഖുർആൻ ഉപയോഗിക്കാറുണ്ട്. അഫമൻ കാന അലാ ബയ്യിനത്തിൻ മിർ റബ്ബിഹി, ബയ്യിനത്ത് അതേപോലെ ഷാഹിദ്, ഈ രണ്ട് വാക്യങ്ങൾ കൊണ്ടുള്ള ഉദ്ദേശം നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് സത്യം കണ്ടുപിടിക്കുക, സത്യം ചിന്തിച്ച് മനസ്സിലാക്കുക, ഇതിനുള്ള ബുദ്ധി, പഞ്ചേന്ദ്രിയങ്ങൾ, ഇതൊക്കെ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ ഉദ്ദേശം. വേറെയും പല വ്യാഖ്യാനങ്ങളും ഇവിടെ ബയ്യിനത്ത് എന്ന പദത്തിനും ഷാഹിദ് എന്ന പദത്തിനും ഉണ്ട്. ഏതായാലോട്ടെ, പരിശുദ്ധ ഖുർആൻ കേട്ടു മാത്രം ഈമാൻ സ്വീകരിച്ച എത്ര ആൾക്കാരില്ലേ? ഖുർആൻ എന്ന സാക്ഷ്യം മാത്രം സ്വീകരിച്ച്, ഖുർആൻ കേട്ടതുകൊണ്ട് മാത്രം ഇസ്ലാമായ ഒരുപാട് ആളുകളുണ്ടല്ലോ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പോലെ. അപ്പോൾ ഖുർആൻ അതിന് കഴിയുമെന്നർത്ഥം. മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും ഓരോ തെളിവുകളാണ്. അപ്പോൾ ഈ ആയത്ത് വിശദമായ രൂപത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു വശം മാത്രമാണ് നമ്മൾ അർത്ഥം പറഞ്ഞത്. അതുകൊണ്ട് അത് മാത്രമുള്ളത് മനസ്സിലാക്കരുത്. പ്രപഞ്ചത്തിലെ ഓരോന്നും ബയ്യിനത്തുകളാണ്, ഓരോന്നും ഷാഹിദുകളാണ്, ഓരോന്നും മനുഷ്യന് മുമ്പിൽ തുറന്നു വെക്കപ്പെട്ട പുസ്തകമാണ്. അത് വായിച്ചും ചിന്തിച്ചും മനസ്സിലാക്കിയും മനുഷ്യന് സത്യം കണ്ടെത്താൻ കഴിയണം. അതാണ് സൂറത്ത് ഫുസ്സിലത്തിൽ 53-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. അല്ലാഹു തആല പറയാണ്, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാം ചക്രവാളങ്ങളിലും അവരിൽ തന്നെയും നാം അവർക്ക് കാണിച്ചു കൊടുക്കും, അങ്ങനെ അത് സത്യം തന്നെയാണെന്ന് അവർക്ക് ബോധ്യപ്പെടുന്നത് വരെ. അപ്പം ഇത്തരം തെളിവുകളെല്ലാം സത്യാന്വേഷിയായ ഒരു വിശ്വാസിയുടെ മുമ്പിലുണ്ടെങ്കിൽ, അത് സംബന്ധിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനും തയ്യാറാണെങ്കിൽ, പരിശുദ്ധ ഇസ്ലാം പെർഫെക്റ്റായ ഒരു മതമാണ് എന്ന കാര്യത്തിൽ അയാൾക്ക് സംശയമുണ്ടാവില്ല. അയാൾ ഇഹലോകം മാത്രമല്ല പരലോകത്തെക്കുറിച്ചും ചിന്തിക്കും, അതിൽ വിശ്വസിക്കും. അത്രക്കായ ആളുകൾ ഇഹലോകം മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവരെ പോലെ ആകില്ല. ക്ഷണികമായ ഭൗതിക ജീവിതം മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിലേറെ വലിയ ദൗർഭാഗ്യം മറ്റെന്താണുള്ളത്? അത്രക്കാരായ ആളുകൾ ഹൃദയത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടവരാണ്. അവർക്ക് ഖുർആൻ ഉപകാരം ചെയ്യില്ല, ഫലം ചെയ്യില്ല. അതേസമയം ശുദ്ധഹൃദയന്മാരായ ആളുകൾ ഖുർആനിൽ വിശ്വസിക്കുക തന്നെ ചെയ്യും. ഇതൊക്കെയാണ് ഫമൻ യക്ഫുറു ബിഹി മിനൽ അഹ്സാബി ഫന്നാറു മൗഇദു. ഖുർആൻ നിഷേധിക്കാനും അതിൻ്റെ അനുയായികളെ എതിർക്കാനും പലരും സംഘം ചേർന്ന് വരാറുണ്ട്. പല സംഘങ്ങളായും അവർ വരാറുണ്ട്. അത് ഏതു സംഘങ്ങളാവട്ടെ, അവർക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥലം നരകം മാത്രമാണ് എന്ന് മനസ്സിലാക്കണം. ഇനി നമ്മൾ 18-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. ഇഹലോകത്ത് വെച്ച് അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മഹ്ശറയിൽ നേരിടേണ്ടി വരുന്ന അപമാനവും ദുരവസ്ഥയും അള്ളാഹു തആല മുൻകൂട്ടി പറഞ്ഞു തരികയാണ്. അവർ അള്ളാഹുവിന് മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ മുമ്പ് ചെയ്തിരുന്ന അക്രമങ്ങളും അനീതികളും അവർ പരസ്യപ്പെടുത്തും. അവർ ശപിക്കപ്പെട്ടവരായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് സ്വയം മാറിപ്പോവുക, മറ്റുള്ളവരെ ആ വഴിയിൽ നിന്ന് തടയുക, തെറ്റിപ്പിക്കുക, സത്യമാർഗത്തെ വക്രവും കൊള്ളരുതാത്തതുമായി ചിത്രീകരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ദുനിയാവിൽ ചെയ്തിരുന്നത്. അതെല്ലാം അവിടെ വെച്ച് അല്ലാഹു തആല പരസ്യപ്പെടുത്തും. ആയത്ത് നോക്കാം, 18-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബാ ഉലൈക യുറദൂന അലാ റബ്ബിഹിം വയഖൂലുൽ അശ്ഹാദു ഹൗലാഇ അല്ലദീന കദബൂ അലാ റബ്ബിഹിം അലാ ലഅനത്തുല്ലാഹി അലൽ ളാലിമീൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. വമൻ അദ്ലമു, അക്രമിയായ ആരുണ്ട്? ഏറ്റവും വലിയ അക്രമിയായ ആരുണ്ട്? മിമ്മൻ, ഒരാളേക്കാൾ, ഇഫ്തറ, അയാൾ കെട്ടിച്ചമച്ചിരിക്കുന്നു, അലല്ലാഹി, അള്ളാഹുവിന് മേൽ, കദിബൻ, കള്ളം, അള്ളാഹുവിൻ്റെ മേൽ കള്ളം കെട്ടിപ്പറഞ്ഞവനേക്കാൾ, കെട്ടിച്ചമച്ചവനേക്കാൾ വലിയ അക്രമിയായി മറ്റാരുണ്ട്? ഉലൈക, ഇത്തരം ആളുകൾ, യുറദൂന അലാ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിൻ്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുന്നതാണ്. യുറദൂന, അവർ ഹാജരാക്കപ്പെടുന്നതാണ്, അവർ കൊണ്ടുവരപ്പെടുന്നതാണ്, അലാ റബ്ബിഹിം, റബ്ബിൻ്റെ മുമ്പിൽ ഖിയാമത്ത് വയഖൂലുൽ അശ്ഹാദു, അങ്ങനെ സാക്ഷികൾ പറയും, ഹൗലാഇ, ഈ കൂട്ടർ, അല്ലദീന, അവർ ഒരു വിഭാഗം ആളുകളാണ്,
കദബു അലാ റബ്ബിഹിം, അള്ളാഹുവിൻ്റെ മേൽ അവരുടെ റബ്ബിൻ്റെ മേൽ കള്ളം പറഞ്ഞവരാണിവർ എന്ന് സാക്ഷികൾ ബോധിപ്പിക്കുകയും ചെയ്യും. വയഖൂലുൽ അഷ്ഹാദ്, അള്ളാഹുവിന് മുമ്പിൽ ഹാജരാക്കുമ്പോൾ സാക്ഷികൾ ഇങ്ങനെ ബോധിപ്പിക്കും. എന്നിട്ട് അലാ ലഅനത്തുല്ലാഹി അലൽ ളാലിമീൻ, അലാ അറിയണം, അക്രമികളുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാവട്ടെ എന്ന് അവിടുത്തെ ഒരു ശാപം അവർക്കെതിരെ പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ പേരിൽ കളവ് നിർവഹിക്കുന്നവർ എന്ന് പറഞ്ഞാൽ സത്യനിഷേധികൾ പൊതുവെ അതിൽപ്പെട്ടു. എല്ലാവരും ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ വാക്യം പറയുന്നത്. അള്ളാഹുവിന് സമന്മാരോ മക്കളോ ഉണ്ടെന്ന് വാദിക്കുന്ന ആളുകൾ പെട്ടു. പരലോക ജീവിതവും പ്രതിഫല നടപടിയും നിഷേധിക്കുന്ന ആളുകൾ പെട്ടു. വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും മുഖേന അറിയിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും നിഷേധിച്ചവർ പെട്ടു. അത് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകൾ എല്ലാവരും ഈ കള്ളം പറയുന്നവർ എന്ന കൂട്ടത്തിൽപ്പെട്ടു. അള്ളാഹുവിൻ്റെ മേൽ കള്ളം കെട്ടിച്ചമച്ച് പറയുന്നവർ. അള്ളാഹുവിന് പെൺമക്കളുണ്ട് എന്ന് ജൽപ്പിച്ച ആളുകളുണ്ട്. മക്കയിലെ മുശ്രിക്കുകളെ പോലെ അവരങ്ങനെ പറഞ്ഞു, അള്ളാഹുവിന് പെൺമക്കളുണ്ട്. ബിംബങ്ങൾ അള്ളാഹുവിൻ്റെ പങ്കുകാരാണെന്ന് അവർ തട്ടിവിട്ടിരുന്നു. യേശു ക്രിസ്തു ഈസാ നബി അലൈഹി സ്വലാം ദൈവത്തിൻ്റെ പുത്രനാണ് എന്നും 3 ദൈവങ്ങളിൽ ഒന്നാണ് എന്ന് പറഞ്ഞു നടന്നവരുണ്ട്. ഉസൈർ എന്ന മഹാമനുഷ്യൻ ദൈവത്തിൻ്റെ മകനാണെന്ന് ജൂതന്മാർ പറഞ്ഞിരുന്നു. അപ്പം ഇങ്ങനെ വാദിച്ച ആളുകൾ, അള്ളാഹുവിന് പങ്കുകാരെ മക്കളെ സ്ഥാപിച്ച ആളുകൾ, മറ്റു വ്യാജങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ കെട്ടിപ്പറഞ്ഞ ആളുകൾ, അവരൊക്കെ വലിയ അക്രമമാണ് ചെയ്യുന്നത് എന്നൊരർത്ഥം. ഇനി ഈ ഒരു ആയത്തിൻ്റെ സൂചന വേറൊരു നിലക്കും ആകാവുന്നതാണ്. അതായത് വിശുദ്ധ ഖുർആനെ കുറിച്ചാണ് തൊട്ടുമുമ്പുള്ള ആയത്തിൽ നമ്മൾ പറഞ്ഞത്. ഖുർആൻ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ് എന്ന് നിഷേധിച്ചവരെ 10 അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചത് കണ്ടു. ആ നിഷേധികളെയാണ് ഈ സൂക്തം പ്രധാനമായും മുന്നിൽ കാണുന്നത് എന്നും വരാം. അതായത് വെല്ലുവിളി സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല, അതോടൊപ്പം ഖുർആൻ അള്ളാഹുവിൻ്റെ വചനങ്ങളാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഖുർആൻ ദൈവത്തിൻ്റെ വചനമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കളവ് പറയുന്നു. ഇതെല്ലാം ഇപ്പം നിങ്ങളെ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് മനസ്സിലായിട്ടും അംഗീകരിക്കുന്നില്ല, പിന്നെ നിങ്ങൾ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറയുന്നു. നിങ്ങളുടെ ആ വാദം അതിരുവിട്ടതല്ലേ? മഹാ അതിക്രമമല്ലേ? അള്ളാഹുവിൻ്റെ മേൽ വ്യാജം പറയുക എന്നത് മഹാ അതിക്രമമാണ്. അങ്ങനെ ഒരു അതിക്രമം ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യില്ല എന്നത് വ്യക്തമല്ലേ? അപ്പോൾ വലിയ അതിക്രമമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ചെയ്യാത്തൊരു കാര്യം നിങ്ങൾ ചെയ്തു എന്ന് പറയുകയല്ലേ സത്യത്തിൽ നിങ്ങൾ ചെയ്യുന്നത്? ഇങ്ങനെ ഒരർത്ഥവും ഇവിടെ ഈ ആയത്തിലുണ്ട് എന്ന് മഹാന്മാർ ഹുസ്സൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിപ്പടച്ചുണ്ടാക്കുന്ന ആളുകൾ ഒരിക്കലും രക്ഷപ്പെടുകയില്ല. വ്യാജവും തട്ടിപ്പും കുതന്ത്രങ്ങളുമൊക്കെയായി ഭൗതിക ലോകത്ത് സർവ്വസ്വതന്ത്രരായി അവർക്ക് വിഹരിക്കാം. പക്ഷേ പരലോകത്ത് അള്ളാഹുവിന് മുമ്പിൽ യുറദൂന, അവർ ഹാജരാക്കപ്പെടും. രാജാതിരാജനായ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ നിയന്താവായ ആ മഹാശക്തിയുടെ മുമ്പിൽ എല്ലാ മനുഷ്യരെയും ഹാജരാക്കപ്പെടുന്ന ദിവസം അന്ന് ഈ സത്യനിഷേധികൾക്കെതിരെ മൊഴി നൽകാൻ സാക്ഷികളും ഉണ്ടായിരിക്കും. വയഖൂലുൽ അഷ്ഹാദ്, ഈ പറയപ്പെട്ട സാക്ഷികൾ ആരാണ് എന്നതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളും മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലായിക്കത്തുകളാണ് എന്നാണ് ഇമാം മുജാഹിദ്, ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹിമ തുടങ്ങിയുള്ള മുഫസ്സിരീങ്ങൾ പറയുന്നത്. പ്രവാചകന്മാരും മുർസലിങ്ങളുമാണ് എന്നാണ് മറ്റു ചില മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പ്രവാചകന്മാരാണെന്ന അഭിപ്രായമുണ്ട്, മുർസലുകളാണെന്ന അഭിപ്രായമുണ്ട്, മലായിക്കത്താണെന്ന അഭിപ്രായമുണ്ട് ഈ സാക്ഷികളായി വരുന്ന ആളുകൾ. ചുരുക്കത്തിൽ എന്ത് മനസ്സിലാക്കുക? മലക്കുകൾ, പ്രവാചകന്മാർ, സ്വാലിഹ്യങ്ങളായ ആളുകൾ എന്നിവരെല്ലാം ഈ അഷ്ഹാദ് സാക്ഷികൾ എന്ന് പറയുന്നതിൽ ഉൾപ്പെടുമെന്ന് മനസ്സിലാക്കുക. മലക്കുകളും സത്യവിശ്വാസികളും ഒക്കെ പരലോകത്ത് വെച്ച് നിഷേധികൾക്കെതിരെ സാക്ഷ്യം വഹിക്കും. അള്ളാഹുവിന് മക്കളുണ്ടെന്ന് ജൽപ്പിച്ച ജൂത ക്രിസ്ത്യാനികൾ, അവന് പങ്കുകാരുണ്ടെന്ന് തട്ടിപ്പെട്ട ബഹുദൈവ വിശ്വാസികൾ, അവർക്കെതിരെ എല്ലാം സാക്ഷികളായി സത്യവിശ്വാസികൾ സാക്ഷ്യം രേഖപ്പെടുത്തും എന്ന് പരിശുദ്ധ ഖുർആൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. 40-ാം അധ്യായം 51-ാം ആയത്തിലുണ്ട്, 50-ാം അധ്യായം 21-ാം ആയത്തിലുണ്ട്, 16-ാം അധ്യായം 84-ലും 89-ലുമുണ്ട്. മാത്രമല്ല പരലോകത്ത് വെച്ച് ഓരോ മനുഷ്യൻ്റെയും അവയവങ്ങൾ തന്നെ സ്വന്തം താല്പര്യത്തിനെതിരായി സാക്ഷി നിൽക്കും എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. സൂറത്ത് യാസീൻ 65-ൽ പറഞ്ഞതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. പരലോകത്ത് വെച്ച് അവരുടെ വായകൾക്ക് നാം സീൽ വെക്കും, വായകൾ അടച്ചുപൂട്ടും. വതുകല്ലിമുനാ അയ്ദീഹിം, അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കും. തശ്ഹദു അർജുലുഹും, അവരുടെ കാലുകൾ സാക്ഷി പറയും. ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തു വന്നിരുന്ന കാര്യങ്ങളെക്കുറിച്ച്, അവർ പ്രവർത്തിച്ചതിനെക്കുറിച്ച്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അലാ ലഅനത്തുല്ലാഹി അലൽ ളാലിമീൻ. ചുരുക്കത്തിൽ
സത്യനിഷേധികളായ ആളുകൾ അള്ളാഹുവിന് മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ അവർക്കെതിരെ പലരും സാക്ഷി നിൽക്കുമ്പോൾ അവരുടെ കള്ളി വെളിച്ചത്ത് വരും. രക്ഷിതാവായ അള്ളാഹുവിൻ്റെ മേൽ കള്ളം ചമച്ച വ്യാജന്മാരാണ് അവരെന്ന് സ്ഥിരീകരിക്കപ്പെടും. അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നാട്യകപ്പെട്ട ഹതഭാഗ്യരാണ്, അഭിശപ്തരാണെന്ന് അവർ അവിടെ വെച്ച് വിളംബരം ചെയ്യപ്പെടും. അതാണ് അലാ ലഅനത്തുല്ലാഹി അലൽ ളാലിമീൻ എന്ന് പറയുന്നത്. മാത്രമല്ല ഇഹലോകത്ത് വെച്ച് തന്നെയും അള്ളാഹു താലാൻ്റെ ശാപം മാത്രമേ അവർക്ക് ഉണ്ടാവുകയുള്ളൂ, നാശം മാത്രമേ അവർക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. ഒരു ഹദീസിലുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് സത്യവിശ്വാസിയായ ഒരാളെ അള്ളാഹു താല അടുത്തിരുത്തി ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്നൊരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരാണ്. വിചാരണ ചെയ്യുമ്പോൾ അള്ളാഹു അവൻ അടുത്തേക്ക് വിളിക്കും, മറ്റുള്ള ആളുകളെ കാണാതെ അവനെ മറച്ചു നിർത്തും. എന്നിട്ട് അവനെ കൊണ്ട് അവൻ ഇതുവരെ ചെയ്ത തെറ്റുകളൊക്കെ അങ്ങനെ ഏറ്റുപറയിപ്പിക്കും. ഇതൊക്കെ നീ ചെയ്തതല്ലേ? അയാൾ പറയും, റബ്ബേ ഒക്കെ എനിക്കറിയാം, ഞാൻ ചെയ്തതാണ്. അങ്ങനെ അവൻ്റെ എല്ലാ തെറ്റുകളെ കൊണ്ടും സമ്മതിപ്പിക്കുകയും അവസാനം ഇയാൾ വിചാരിച്ചു പോകും, ഉറപ്പിച്ചു പോകും, ഞാൻ കുടുങ്ങി, ഞാൻ എന്തായാലും നരകത്തിലേക്ക് പോകാനുള്ള ആളാണ് എന്ന് ആ ഒരു വിചാരണ രംഗം കണ്ട് ഉറപ്പിച്ചു പോകും അയാൾ. ആ സമയത്ത് അള്ളാഹു തആല അയാളോട് പറയും, അത്രേ, ദുന്യാവിൽ വെച്ച് നീ ചെയ്ത തെറ്റുകൾ ഞാൻ മറ്റുള്ള ആളുകളെ കാണാതെ മറച്ചു വെച്ച് തന്നില്ലേ, അതേപോലെ ഇന്ന് ഞാൻ നിനക്ക് എല്ലാം പുറത്തു തന്നിരിക്കുന്നു, നിനക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അവന് നന്മകൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥം നൽകപ്പെടും എന്നാണ്. യാ അള്ളാഹു തആല നമ്മളാ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതേസമയം അവിശ്വാസിയായ ആളുകൾ, കപടവിശ്വാസിയായ ആളുകൾ, അവരെക്കുറിച്ച് സാക്ഷി പറയും, ഇവർ അള്ളാഹുവിന്മേൽ കളവ് പറഞ്ഞ ആളുകളാണ് എന്ന്. മുഅ്മിനീങ്ങളായ ആളുകൾ അല്ലാത്ത അങ്ങനെ രക്ഷപ്പെടുത്തി നേരത്തെ പറഞ്ഞതുപോലെ കാഫിരീങ്ങളെ ഇങ്ങനെയാണ് അവിടെ അപമാനിതരാക്കുക എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. നമ്മൾ 19-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. അള്ളാഹുവിൻ്റെ പേരിൽ വ്യാജം പടച്ചുണ്ടാക്കുക എന്നത് മഹാപാതകമാണ് എന്നാണ് 18-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചത്. അത്തരക്കാരുടെ ഗുരുതരമായ മാപ്പർഹിക്കാത്തതായ മറ്റു ചില മോശം പ്രവൃത്തികളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയും. ഇതാണ് ആദ്യം പറയുന്ന വിഷയം. അത് വലിയൊരു ഗുരുതരമായ തെറ്റല്ലേ? അള്ളാഹുവിൻ്റെ മാർഗം എന്നാൽ പരിശുദ്ധ ഇസ്ലാം ദീൻ. ആ മാർഗം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണ് മനുഷ്യരാശിയുടെ ആരംഭം മുതൽ അള്ളാഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചത്. അതായത് അത് മനുഷ്യൻ്റെ മൗലികാവകാശമാണെന്നർത്ഥം. നല്ല വഴി മനസ്സിലാകുക, അത് പഠിപ്പിക്കാൻ ആളെ പറഞ്ഞേക്കുക, അതിനെക്കുറിച്ച് അറിയുക എന്നതൊക്കെ ഒരു മനുഷ്യൻ്റെ മൗലികമായ അവകാശമാണ്. അപ്പം ആ മൗലികമായ അവകാശം സ്വീകരിക്കുന്നതിൽ നിന്ന്, സത്യമാർഗത്തെക്കുറിച്ച് വിവരങ്ങൾ കേട്ടറിയുന്നതിൽ നിന്ന് ആളുകളെ തടയുക, അങ്ങനെ അവരെ ദുർമാർഗത്തിൽ കൊണ്ടു ചാടിക്കുക, ഇത് വലിയ കുറ്റമല്ലേ? ഇത് ചെയ്യുന്ന ആളുകൾ വലിയ കുറ്റവാളിയല്ലേ? അള്ളാഹുവിൻ്റെ സത്യസന്ധമായ മതം അവരുടെ വക്രമായ താല്പര്യങ്ങൾക്ക് നിരക്കുന്നതാവണം. ഇതാണ് അവരുടെ ആഗ്രഹം. പരിശുദ്ധ ദീനിനെ അവരുടെ താല്പര്യങ്ങൾക്ക്, വക്രമായ താല്പര്യങ്ങൾക്ക് വളച്ച് അതിനനുസരിച്ച് കൊണ്ടുവരിക, അതാണ് അവരുടെ താല്പര്യം. അത് നടക്കൂലല്ലോ. മാത്രമല്ല പരിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളിൽ പ്രധാനമായത് പാരത്രിക ലോക വിശ്വാസമാണ്. ഇതുതന്നെ തള്ളിക്കളയുകയാണ് ഈ ചങ്ങായിമാർ ചെയ്യുന്നത്, സത്യനിഷേധികൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ ശിക്ഷക്കും ശാപത്തിനുമൊക്കെ എന്തുകൊണ്ടും അവർ അർഹരാണ് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. 19-ാമത്തെ ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين يصدون عن سبيل الله ويبغونها عوجا وهم بالآخرة هم كافرون. الذين ഒരു വിഭാഗം ആളുകളാണ്, ഒരു കൂട്ടരാണ് അവർ. യസുദ്ദൂന അവർ തടയുന്നു, അൻ സബീലില്ലാഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന്. ആരെ? ആളുകളെ തടയുന്നു എന്നാൽ സങ്കല്പിച്ചു കൊടുക്കാം. യസുദ്ദൂന ആളുകളെ അവരെ തടയുന്നു. യസുദ്ദൂന തന്നെ തടയുന്നു എന്നർത്ഥം. അൻ സബീലില്ലാഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന്. വയബ്ഗൂനഹാ ഇവജ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വക്രത വരുത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അവർ. വയബ്ഗൂനഹാ അള്ളാഹുവിൻ്റെ മാർഗത്തെ അവർ തേടുന്നു. ഇവജൻ വക്രതയുള്ളതാക്കാനായി എന്ന് പറഞ്ഞാൽ ആ ദീനിൽ വക്രത വരുത്താൻ ആഗ്രഹിക്കുന്നു അവർ എന്നർത്ഥം. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ വളച്ചൊടിക്കണം. ഇവജൻ എന്ന് പറഞ്ഞാൽ വളഞ്ഞതാക്കുക എന്നർത്ഥം. വയബ്ഗൂനഹാ ഇവജ അതിൽ വക്രത വരുത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് അവർ. മാത്രമല്ല വഹും അവർ ബിൽ ആഖിറതി പരലോകത്തിൽ
ഹും കാഫിറൂൻ, അവർ അവിശ്വസിക്കുന്ന ആളുകളുമാണ്. അവർ തന്നെ അത്രേ പരലോക ജീവിതത്തിൽ നിഷേധിക്കുന്നവരും. അവർ നിങ്ങൾ കരുതിയിരിക്കണം, അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ശിക്ഷയും ശാപവും ഒക്കെ അർഹതപ്പെട്ടു തന്നെയാണ് എന്നാണ് അള്ളാഹു തആല പറഞ്ഞു മനസ്സിലാക്കുന്നത്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അള്ളാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും പഠിച്ചതുമെല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കണേ. ആഖിറത്തിലേക്ക് വരവെക്കണേ തമ്പുരാൻ. ഞങ്ങളെല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി തരണേ തമ്പുരാൻ. ദുആ കൊണ്ട് വസിയത്ത് ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും ഖൈറും സലാമത്തും സന്തോഷം നൽകണേ തമ്പുരാൻ. മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും വേണ്ടപ്പെട്ടവർക്കും പുറത്തു കൊടുക്കണേ അല്ലാഹ്. നിൻ്റെ ദീനിനും ഇൽമിനും ഖുർആനിനും ഇഖ്ലാസോടുകൂടി ഒരുപാട് കാലം ഖിദ്മത്തിനുള്ള അവസരം നൽകണേ തമ്പുരാൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ولا دعاء ചെയ്യണം. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.